നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും. ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത്. അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത്. നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ആപത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? BJP RSS സംഘപരിവാർ അഴിഞ്ഞാടുകയല്ലേ, നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയില്ലേ, മുസ്ലിം വിരുദ്ധ നിലപാട്. എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. നുഴഞ്ഞു കയറ്റക്കാർ താലി വിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും, എന്തൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നതോ യോജിച്ചതുമാണോ? രാഷ്ട്രീയത്തെ, അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൽ അങ്ങേയറ്റം മലീനസമാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയുമൊക്കെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച ഒരാൾ RSSകാരനായിരുന്നു, ഒരാൾ 2 പേരും RSSകാരായിരുന്നു. തലശ്ശേരിക്കാരനും RSS ആയിരുന്നു, കൂത്തുപറമ്പിൽ ഒരു RSS ആയിരുന്നു. ആ 2 പേരെയും വാടകയ്ക്കെടുത്തത് സുധാകരനാണ്. എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത്. സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഏതോ ഒരു അരുവത്തിലേക്ക് എത്തുന്നു. ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ.